ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ബ്ലെസ്സിങ്സ് ആൻഡ് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നൊക്കെയുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾക്ക് വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളത് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. എനിക്ക് 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയും അതുപോലെ തന്നെ കിങ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കുറ്റബോധത്തിലാണ്, റിഗ്രറ്റ് ചെയ്യുന്നൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. എന്തൊക്കെയോ ഒരു കുറ്റബോധം, റിഗ്രറ്റ്, പശ്ചാത്താപം ഒക്കെ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവർ അനുഭവിക്കുന്നുണ്ട്. ആൻഡ് കിങ് ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോകുമ്പോഴും ഭയങ്കര ബോൾഡായിട്ടിരിക്കുന്നു, ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. അതായത് ഇത് പുറത്ത് കാണിക്കാതെ പബ്ലിക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ അവർ ഭയങ്കരമായിട്ടും റിഗ്രറ്റ് ചെയ്യുന്നത് പോലെ അങ്ങനെയുള്ള ഒരു കറണ്ട് എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പം ഉള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ്. 10 ഓഫ് സോഡ്സിന് എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് പെയിൻഫുൾ ആണ്. സെപ്പറേഷൻ എന്ന് പറയാൻ കാരണം ഇതൊരു പെയിൻഫുൾ എൻഡിങ്ങിന്റെ കാർഡാണ് 10 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ്, ഒരു നോ കോണ്ടാക്ട് ഒരു ഓൺ ആൻഡ് ഓഫ് ഉണ്ടാവുമായിരിക്കും. അപ്പം അത് ഇവർക്ക് പെയിൻഫുൾ തന്നെയാണ്. ഈ പേഴ്സൺ അത് പെയിൻഫുൾ തന്നെയാണ്. അതവർക്ക് അക്സെപ്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ അവരായിട്ട് ചെയ്ത ഒരു കാര്യമാണെങ്കിൽ പോലും അവർക്ക് എന്താ പറയുക, വേദനയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു ടെമ്പററി സിറ്റുവേഷൻ പോലെയാണ് ആ ഒരു എൻഡിങ് ഉള്ളത്. അപ്പോൾ അതൊരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ദ ഹൈറോഫെന്റിൻ്റെ എനർജിയാണ്. നിങ്ങളെ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. അതായത് അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുക. ഓക്കെ, അങ്ങനെ ആഗ്രഹിക്കുന്നത് അട്രാക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഒരു എന്താ പറയുക, ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ട എന്ന് പറയും പക്ഷെ അവരുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ കറക്റ്റ് നിങ്ങളെ വേണം, നിങ്ങൾ എവിടെയും പോകരുത് എന്നൊക്കെയുള്ള ഒരു പൊസസീവ്നെസ് കടന്നു വരിക. 6 ഓഫ് വൺസ് ആണ്. നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. നല്ല രീതിക്ക് ചേസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്ട് പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മാറി നിന്നുകൊണ്ട് നിങ്ങളുടെ DP പരിശോധിക്കുക, നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുക, നിങ്ങൾ ഓൺലൈനിലുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ചേസിങ് ഇവർ നടത്തുന്നുണ്ട്, സ്പൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളത്. ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഒരു ന്യൂ ബർത്ത് അല്ലെങ്കിൽ ഒരു ന്യൂ ലൈഫ് നിങ്ങളുടെ കൂടെ വേണം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവൻ നിങ്ങളുടെ ഇടയിലെ പ്രശ്നം എന്താണെങ്കിലും അതിൽ നിന്നും ഒരു പുതിയ ലൈഫ് അത് നിങ്ങളുടെ കൂടെ വേണം എന്നുള്ളത് നല്ല രീതിക്ക് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് പാസ്റ്റിനെ വിട്ട് കളഞ്ഞിട്ട് പാസ്റ്റിലെ കാര്യങ്ങൾ ഇല്ലാതെ പുതിയൊരു ലൈഫ്. ഇവിടെ 6 ഓഫ് കപ്സും ക്യൂൻ ഓഫ് സോഡ്സും ആണ് വന്നിട്ടുള്ളത്. പാസ്റ്റിൽ ഈ പേഴ്സൺ ഭയങ്കര സ്റ്റക്കഡ് ആണ്. അതായത് നിങ്ങളുടെ കൂടെയുള്ള മെമ്മറീസ് എല്ലാം വളരെ ഹാപ്പി ആയിട്ട് ഇവർ സൂക്ഷിക്കുന്നുണ്ട്, ഒന്നും മറന്നിട്ടില്ല. ഇവരിപ്പോഴും പാസ്റ്റിലേക്ക് പോവാറുണ്ട്, ആലോചിക്കാറുണ്ട്. ഒരുപാട് ഓർമ്മകൾ ഇവർക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ട്. സോ ആ ഓർമ്മകളിലെല്ലാം ഈ പേഴ്സൺ സ്റ്റക്കഡ് ആണ്. അവരിപ്പോഴും അതിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതൊന്നും വിട്ടു കളഞ്ഞിട്ടില്ല, മറന്നു പോയിട്ടില്ല. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി വരുമ്പം ഈഗോ ഉണ്ടെങ്കിൽ പോലും സംടൈംസ് നിങ്ങളുടെ മുന്നിൽ ഈഗോ കാണിക്കാൻ അവർക്ക് പറ്റാത്തതുപോലെയുള്ളൊരു എനർജിയാണത്. ഓക്കെ, ഇനി യൂണിവേഴ്സ് നിങ്ങളുടെ ഇടയിൽ തരുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. 9 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം ഈ പേഴ്സൺ മനസ്സിലാക്കും. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ എന്താണോ അത് ഈ പേഴ്സൺ ഉറപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കും. ആൻഡ് 9 ഓഫ് പെൻഡക്കിൾസ്, നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ഇത്രയും നാളും ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല, നിങ്ങൾ സ്ട്രഗ്ലിങ് തന്നെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടും ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ളത് കാണുന്നുണ്ട്. ഫ്യൂച്ചറാണ്. ഓക്കെ, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്? ജഡ്ജ്മെന്റ് ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും. നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് വരാനാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, അത് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു എന്തായാലും ഒരു ആക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുമായിരിക്കും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടണേ എന്നുള്ളത്. സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് കിട്ടും. അതിനുള്ള ജഡ്ജ്മെന്റ് ഉണ്ടാകും യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നും. 9 ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സൺ ഒരുപാട് സ്നേഹം നിങ്ങളെടുത്തുണ്ട്.
സിറ്റുവേഷൻസ് ഇപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്, നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പേഴ്സണുള്ള സ്നേഹം ഇപ്പം തുറന്ന് കാണിക്കാത്ത ഒരാളാണ്, നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ആ പേഴ്സണിന്റെ സ്നേഹം തുറന്ന് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. ഒരുപാട് സ്നേഹമുള്ള ഒരു പേഴ്സൺ ആണിത്. അത് ചിലപ്പം തുടക്കം വന്ന സമയത്ത് നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടാകാം, ഒടുക്കം എത്തിയപ്പോൾ അത് ഇല്ലാണ്ടായിട്ടുണ്ടാകാം. 7 ഓഫ് സോർട്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ഈ പേഴ്സണിന്റെ ഓരോ കള്ളത്തരങ്ങളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, ഓരോ കള്ളത്തരങ്ങളും നിങ്ങൾ അറിയുന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ പേഴ്സൺ എന്തൊക്കെ നിങ്ങളുടെ അടുത്ത് ഹൈഡ് ചെയ്ത് വെക്കുന്നു, ഈ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാതിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊക്കെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്താ നടക്കുന്നതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇത് സ്റ്റാർ കാർഡാണ്. നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹോപ്പ് കൊടുക്കുന്നത്, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കാരണം നെഗറ്റീവ് തോട്ട്സിനെ ക്യാരി ചെയ്യാതിരിക്കുക. നിങ്ങൾ നെഗറ്റീവായിട്ടാണ് വിചാരിക്കുന്നെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ബാക്കി പോസിറ്റീവായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലൊരു ഹോപ്പ് കൊടുക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് കിട്ടും എന്നുള്ളതാണ്. സ്റ്റാർ കാർഡ് വളരെ പോസിറ്റീവാണ്. അതിനകത്തൊരു ഗൈഡൻസും കൂടി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്ത് കളയുക, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ എപ്പോഴും കൊണ്ട് നടക്കുന്നത്, നിങ്ങളുടെ തോട്ട്സിൽ മുഴുവൻ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് മാത്രമേ ഉള്ളൂ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടെങ്കിൽ അതേ നടക്കത്തുള്ളൂ, അതേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഹീൽ ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഹീൽ ചെയ്യുക. ഉറപ്പായിട്ടും ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങൾക്കത് അനുഭവിക്കാൻ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് കാണുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവിനെ ഹീൽ ചെയ്ത് കളയുക. ഓക്കെ, 7 ഓഫ് കപ്സ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഈ പേഴ്സൺ തയ്യാറാകും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിരിക്കാം. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.